എത്തിയ ഒരു കഥ ഉണ്ടായിരുന്നു മുമ്പ്. കയ്യോടെ പിടിപ്പിരിക്കപ്പെട്ട് ആ സംഭവം. അവസാനം അത് ഗൾഫിൽ എവിടെയോ ഒരു ഹൗസ് ഡ്രൈവറായിട്ട്, അല്ല ഏതോ ഒരു അറബിയുടെ വീട്ടിൽ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം. പിന്നെ അവരുടെ കൂടാരം വിട്ട് പുറത്തിറങ്ങി പല വേദികളിലും അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ അദ്ദേഹം അവരുടെ കൂടാരത്തിലില്ല എന്നാണ് സത്യം. അപ്പോ ഓരോ ദിവസം കൂടുന്തോറും പുതിയ പുതിയ നുണകൾ മാത്രം പറഞ്ഞുകൊണ്ട് നുണന്റെ മുകളിൽ മാത്രം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന ഇന്ന് എത്തി നിൽക്കുന്ന ഈ മുടി വിവാദത്തിൽ നിന്ന് തടിയുരാൻ വളരെ വലിയ ഒരു അവരെ സംഘടനാപരമായി ഏറെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുടി വിവാദത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയുരാനുള്ള കഠിന പരിശ്രമത്തിലാണ് ആ വിഭാഗമെന്ന് നാം മനസ്സിലാക്കണം. പല പൊള്ളത്തരങ്ങളും പല ആളുകളെയും അവരുടെയൊക്കെ പ്രവർത്തകന്മാർ ചാക്കിട്ട് പിടിച്ചിരിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ കാണുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ കിട്ടുന്നത് അങ്ങനെയാണ്. സജീവ പ്രവർത്തകരെയൊക്കെ ചാക്കിട്ട് പിടിച്ചു നിർത്തുക, മുടിയെക്കുറിച്ച് മിണ്ടണ്ട എന്ന ഒരു അഭിപ്രായത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മുടിയെക്കുറിച്ച് മിണ്ടരുത്, മുടിയെക്കുറിച്ച് മിണ്ടാൻ അവകാശമില്ലാത്തവർ. ഇപ്പൊ നേരത്തെ അഭിനന്ദനായ സുഹൃത്ത് സുന്നിസം എന്ന ഐഡിയുള്ള നൌഷാദ് സാഹിബ് കൂടെ സൂചിപ്പിക്കേണ്ടല്ലോ, നിങ്ങള് ഈ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന്, സക്കാഫിമാരോടും അവരുടെ കാമിലിമാരോടൊക്കെ നിങ്ങൾ ഫോൺ ചെയ്ത് സംസാരിക്കണം. ഒരാളും ഫോൺ ചെയ്ത് ആൻസർ ചെയ്യില്ല. ഫോൺ ചെയ്താൽ ഈ വിഷയ സംബന്ധമായി ഏതൊരു AP വിഭാഗത്തിൽപ്പെട്ട ഏതൊരു തുക്കട നേതാവിനോട് മുടി വിഷയം ഇപ്പൊ ചോദിച്ചാലും നിങ്ങൾ അത് മിണ്ടരുത് എന്നാണ് ഇപ്പൊ പറയുന്നത്. മുടി വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ആ ചർച്ചകൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥന്മാരും മുഖേനയൊക്കെ പല ഭാഗത്തുനിന്നും ശ്രമങ്ങൾ ആരംഭിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ കൈ ഉയർത്തി നിൽക്കുന്നുണ്ട്. അഭിനന്ദനായ അബൂ സഫ്വാൻ തങ്ങളടക്കമുള്ള ധാരാളം ആളുകൾ, ജാഫർ വില്ലൻ, അബ്ദുസമദ് ബിൻ അലി തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇവിടെ കൈ ഉയർത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, എന്റെ സഹോദരങ്ങളായ AP വിഭാഗത്തില് പ്രവർത്തകരായിട്ട് അദ്ദേഹത്തിന്റെ കാന്തിക ശക്തിയിലേക്ക്, കാന്തപുരത്തിന്റെ കാന്തിക ശക്തിയിലേക്ക് ആകർഷിച്ചു നിൽക്കുന്ന AP വിഭാഗത്തിലെ സാധാരണക്കാരായ സാധുക്കളായ പ്രവർത്തകരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ദയവായി സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. സത്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ നിങ്ങളുടെ ആ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരണം. നിങ്ങളുടെ AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു സാധാരണ വ്യക്തിയേക്കാൾ അപ്പുറമൊന്നുമല്ല. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയാണെന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. പലർക്കും തെറ്റുകൾ പറ്റും. തെറ്റുകൾ പണ്ഡിതന്മാർക്കും പറ്റും, പണ്ഡിതന്മാരല്ലാത്തവർക്കും പറ്റും. മാസൂമിയങ്ങളായിട്ട് പ്രവാചകന്മാർ മാത്രമാണുള്ളത്. പ്രവാചകന്മാർക്ക് ഒരിക്കലും തെറ്റുകൾ സംഭവിക്കില്ല. അവർ മാസൂമിയങ്ങളാണ്. നമ്മുടെ അഖീദ അനുസരിച്ച്, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രവാചകന്മാരൊഴികെയുള്ള ആർക്കും തെറ്റുകൾ പറ്റും. APക്ക് തെറ്റ് പറ്റൂല, പറ്റിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന സഹോദരങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അഭിനന്ദനായ ഇവിടെ ഡോട്ടിട്ട് നമ്മൾ ആദരിച്ചിരുത്തിയ അഭിനന്ദനായ സുഹൃത്ത് ഷാഫി ഒളവട്ടൂരിനെ പോലെയുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവായി സത്യസന്ധമായ പാന്താവിലേക്ക് കടന്നു വരണം. ഇതിന്റെ യഥാർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ നേതാക്കന്മാരുമായി പറ്റുമെങ്കിൽ, കഴിയുമെങ്കിൽ ബന്ധപ്പെടണം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് ചോദിച്ചറിയണം. ധാരാളം ആളുകൾ ജാഥയായിട്ട് AP വിഭാഗത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ഒരു വിശേഷമാണ് നമുക്ക് നാട്ടിൻപുറങ്ങളിൽ കഴിയുന്ന കാഴ്ച. സാധാരണക്കാരായ ഏതൊരു സംഘടനക്കുണ്ടാവും കുറെ അനുഭാവികളും കുറെ അനുകൂലികളും. സംഘടനാ പ്രവർത്തകർ, സജീവമായ പ്രവർത്തകർക്ക് പുറമെ കുറെ അനുഭാവികളും അനുകൂലികളുമായ കുറെ ആൾക്കാരുണ്ടാവും. ഈ പെട്ട അനുഭാവികളും അനുകൂലികളുമായ ധാരാളം ആളുകൾ AP വിഭാഗത്തിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആക്ഷേപിക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർക്ക് നേരെ വിമർശനങ്ങൾ എതിർത്ത് വിടുകയൊക്കെ ചെയ്തിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സംഭവ വികാസത്തിൽ സത്യസന്ധമായ പാന്താവ് മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതിൽ എന്നെ പോലെയുള്ള സാധാരണ പ്രവർത്തകർ ആദ്യകാലങ്ങളിൽ വളരെയധികം ദുഃഖകരമായിട്ട് ഈ സംഭവത്തെ നോക്കിക്കണ്ടിരുന്ന, സമസ്തയിലുണ്ടായ സമസ്തയിലുണ്ടായിട്ടുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളിൽ വളരെ ദുഃഖത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്ക് ഏറെ സന്തോഷമുണ്ട് ഇപ്പോൾ. കാരണം അന്നൊക്കെ ഇതാണ് സത്യം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്താ പറയാ, ഡ്രസ്സ് തേച്ചു മിനുക്കിയ ഡ്രസ്സും
മറ്റും പിന്നെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കണ്ട് വേദിയിലെ പളപളപ്പും സമ്മേളനം നടത്തുമ്പോൾ അവിടെയുള്ള ജനസംഖ്യയും അല്ലെങ്കിൽ സമ്മേളനം നടത്തുന്നിടത്തുള്ള വേദിയിലെ സൗകര്യങ്ങളും പിന്നെ ഓഡിറ്റോറിയത്തിലെ എസിയും വാഹനങ്ങളുടെ വലിപ്പമൊക്കെ കണ്ടിട്ട് ആദ്യകാലങ്ങളിൽ പിന്നെ മൂക്കത്ത് വിരൽ വെച്ച് അവരുടെ പിന്നാലെ പോയിട്ടുള്ള സാധാരണ പ്രവർത്തകരൊക്കെ ഇന്ന് യഥാർത്ഥ്യം മനസ്സിലാക്കി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഊർജ്ജസ്വലരായ പണ്ഡിതർ മുന്നോട്ട് കൊണ്ടുവന്ന് പൊതുജന സമക്ഷം ഇത് ചർച്ച ചെയ്തതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു നേട്ടം അതാണ്. ഈ വിഭാഗത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ സാധിച്ചു. കുറേ ആളുകൾ അതിൽ നിന്നും പിന്നെ മടങ്ങി വരാനുള്ളൊരു സാഹചര്യമൊരുക്കി. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാക്കി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സന്ദർഭം ഈ വിവാദത്തിന് ശേഷം, ഈ മുടി വിവാദത്തിന് ശേഷം മുടിയനായ അബൂബക്കർ മൗലവിക്കും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും ഏറെ പരിക്കേറ്റിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറെ പരിക്കേറ്റിട്ടുണ്ട്. മുടിയനായെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുടിഞ്ഞു പോവുക മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ആ രീതിയിലാണ്. മുടിഞ്ഞു പോവുക എന്ന് പറഞ്ഞാല് മുടിയനായ പുത്രൻ എന്നൊക്കെ പറയില്ലേ നമ്മള്, മുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവെന്നൊക്കെ പറഞ്ഞിട്ടില്ല, ആ രീതിയിലാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഈ സാഹചര്യത്തിൽ അത് അവർക്ക് അവരുടെ സംഘടനക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഏറെ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, സത്യസന്ധമായി മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ആളുകൾ അവരിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിതർ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തകർ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മുഅല്ലിമീങ്ങളൊക്കെ സാധാരണക്കാരായ മുഅല്ലിമീങ്ങൾ അടങ്ങുന്ന ഒരുപാട് ആളുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സഹോദരങ്ങളായ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള ആ ഒരു നാര് അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്, സഹോദര ബുദ്ധിയ പറയാനുള്ളത്, എന്റെ സഹോദരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അതിന്റെ സത്യസന്ധത ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ, ഞങ്ങൾ പറയുന്ന ഒരു പക്ഷേ നിങ്ങളെ മനസ്സിൽ കയറില്ല. സുന്നിസം ഇവിടെ വൈകുന്നേരം നേരം വെളുക്കുന്നത് മുതൽ അർദ്ധരാത്രി വരെ അല്ലെങ്കിൽ നേരം പുലരുന്നത് വരെ ഈ വിഷയ സംബന്ധമായി കഠിന പ്രയത്നം നടത്തി പ്രഭാഷണം നടത്തിയാലും ഞങ്ങളൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിച്ചാലും ഒരുപക്ഷെ നിങ്ങളെ മനസ്സിലേക്ക് അത് കയറിക്കൊള്ളുന്നില്ല. പക്ഷെ നിങ്ങൾ സത്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരുമായും പ്രവർത്തകന്മാരുമായും ബന്ധപ്പെട്ട് അതിന്റെ സത്യം എന്താ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് സഹോദരൻ ഷാഫി ഒളവട്ടൂരിനെ പോലെയുള്ള ആളുകളോട് പറയാനുള്ളത്. വളരെയധികം നിങ്ങളോട് എന്താ പറയാ, അത്രക്കും സ്നേഹത്തോടു കൂടി പറയാണ്. കാരണം നമ്മളൊക്കെ സഹോദരങ്ങളാണ്, നമ്മളൊക്കെ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, 5 നേരം നമസ്കരിക്കുന്നവരാണ്, പരിശുദ്ധ ഖിബലയിലേക്ക് മുന്നിട്ടുകൊണ്ട് 5 നേരം നമസ്കരിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്. വിശ്വാസപരമായിട്ട് നമ്മളൊക്കെ ഒന്നാണ്, സഹോദരങ്ങളാണ്, ഏകോദര സഹോദരങ്ങളായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. നിസ്സാരമായ ഈ ഒരു നാരിന്റെ പേരിൽ നമ്മൾ 2 വിജാതീയ ധ്രുവങ്ങളിൽ പിന്നെ ഇരിക്കേണ്ട ആളുകളല്ല. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാര് അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമാണെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് സത്യമല്ല എന്നിപ്പോ ബോധ്യമായിട്ടുണ്ട് കേരളീയ ജനസമൂഹത്തിന്. അത് മുസ്ലിങ്ങളേതരർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായ ഒരു സത്യം. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശത്തെക്കുറിച്ച് അത് വിശ്വസിക്കുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് അല്ലാത്തവർക്കും പിന്നെ ബിദ്അത്തിന്റെ ആളുകൾക്കും അതല്ലാത്ത ആളുകൾക്കും പിന്നെ മുസ്ലിമുകളല്ലാത്തവർക്ക് പോലും മനസ്സിലായിട്ടുണ്ട് കാന്തപുരത്തുകാരൻ അബൂബക്കർ മൗലവിയുടെ കയ്യിൽ ഒരു വ്യാജ നാര് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ആ വിഷയത്തിൽ ഒത്തുസമ്മതിക്കുന്ന കാര്യമാണ്. വളരെ കുറച്ച് അപൂർവം ചില ആളുകൾ മാത്രം, ചരിത്രത്തിന്റെ മഞ്ഞക്കണ്ണട വെച്ച ആളുകൾ നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, ഇദ്ദേഹത്തിന്റെ കാന്തിക ശക്തിയിലേക്ക്, അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ കാന്തിക ശക്തിയുണ്ട്. അത് ആദ്യകാലം മുതൽ ജീവിതത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് എച്ചരിക്കണം പ്ലീസ്. ആരെങ്കിലും വാപ്പി അബൂബക്കർ മൗലവിയെ നേരിട്ട് കണ്ടവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് എച്ചരിക്കണം. ഞാൻ 2 മിനിറ്റ് ഒറ്റ സെക്കൻഡ് ഞാനൊന്ന് ഒന്ന് സൈലന്റ് ആവുകയാണ്. 1 2 3 4 5 6 7 8 9 ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കാന്തിക ശക്തി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ആരും ഒന്ന് നോക്കിപ്പോവും. ആ ഒരു ഗെറ്റപ്പും ആ ഒരു താടി, ചീകി വെച്ച താടിയും പളവളാ മിന്നുന്ന വിലപിടിപ്പുള്ള നീളം കുപ്പായവും തലയെക്കെട്ടും ആ ഒരു നിറവും വണ്ണവും ശബ്ദഗാംഭീര്യവും വന്ന വാഹനത്തിന്റെ വണ്ണവലിപ്പവും പിന്നെ അംഗരക്ഷകരുടെ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളുടെയൊക്കെ വിലപിടിപ്പുള്ള വസ്ത്രധാരണ രീതിയൊക്കെ കൂടി കാണുമ്പോൾ തീർച്ചയായിട്ടും മൊത്തത്തിൽ ആകെ മൊത്തം ടോട്ടൽ ഒരു ആനച്ചന്തം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. സത്യത്തിൽ എന്താ പറയാ, ആ ഒരു കാന്തികമായ ഒരു പ്രഭാവം അത് ചില മനുഷ്യന്മാർക്കൊക്കെ അള്ളാഹ് കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ്. അത് പലർക്കും ഉണ്ട്. അങ്ങനെ ചില ആൾക്കാരെ
ചില ആൾക്കാർക്ക് മനുഷ്യന്മാരെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അത് ചിലരുടെ വാക്കിലുണ്ടാവും, ചിലരുടെ പ്രവൃത്തികളിലുണ്ടാവും, ചിലരുടെ ദൃഷ്ടിയിലുണ്ടാവും, ചിലവരുടെ പിന്നെ സ്വഭാവത്തിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ചില ആൾക്കാർ എങ്ങനെ ഒന്ന് നടന്നു പോയി കഴിഞ്ഞാൽ അവരുടെ ആ ആകാര ഭംഗി കണ്ടിട്ട് പലരും നോക്കിപ്പോവുകയും അവരിൽ ആകർഷരാകുകയും ചെയ്യുന്നുണ്ട്. അത് സ്ത്രീകളിലും ഉണ്ടാവും, പുരുഷന്മാരിലും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്നതുപോലെ ഈ അഭിവന്ദനായ ഈ പിന്നെ കാന്തപുരം അബൂബക്കർ മൗലവി അവർക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, ഒരു കാന്തിക ശക്തി. അത് എല്ലാവരെയും തന്നിലേക്ക്, ആശ്രിതരായ ആളുകളെ തന്നിലേക്ക് അടുപ്പിച്ചു നിർത്താനുള്ള ഒരു ശക്തി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അംഗീകരിക്കേണ്ടി തന്നെ വരും. അപ്പൊ ആ ഒരു ശക്തി മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദയവായി ഞാൻ വീണ്ടും പറയാനുള്ളത്, ഞാൻ വേറൊന്നും ഇതിനെക്കുറിച്ച്, ഇതിന്റെ ആധികാരികതയെക്കുറിച്ചോ ഇതിന്റെ മറ്റു വിഷയങ്ങളെക്കുറിച്ചോ ഒക്കെ വളരെ തെളിവ് സഹിതം സംസാരിക്കാൻ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ആ വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ദയവായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയും മാത്രമാണ്. ഈ സംഭവങ്ങൾ യഥാർത്ഥത്തിലും പിന്നെ മനസ്സിലാക്കിയിട്ട്, പിന്നെ നിങ്ങൾ സത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പുറത്തേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ആളുകളെ ആകർഷിച്ച് നിർത്തുന്ന വിഷയത്തിൽ ഇപ്പോൾ നമ്മളൊന്നുമല്ല മുന്നിൽ, ഒരുപാട് ആളുകൾ നമ്മളെ ഇപ്പോൾ ഞാനിത് താരതമ്യ പഠനത്തിന് വിധേയമാക്കുകയാണെന്ന് ആരും കരുതരുത്. താരതമ്യ പഠനത്തിന് വിധേയമാക്കുകയാണെന്ന് ആരും കരുതരുത്. നമുക്കറിയാം, പിന്നെ നമ്മുടെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ എന്തായിരുന്നു അയാളുടെ പേര്? ബാബ പോയോ? കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയോ ഇടക്ക്? ഇല്ലല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഈ അടുത്ത് മരണപ്പെട്ടു പോയ സത്യസായി ബാബ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ, ഒരുപാട് ഹൈന്ദവർ മാത്രമായിരുന്നില്ല, സിഖുകാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പോലും ഹൈന്ദവ വിശ്വാസികൾ മാത്രമൊന്നായിരുന്നില്ല, ഒരുപാട് ആളുകളെ തന്നിലേക്ക് ആകർഷിച്ച് നിർത്താനൊരു ശക്തി ഉണ്ടായിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, നമ്മുടെ അമ്മ അമൃതാനന്ദമയിക്ക് അതുപോലെ പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിലൊന്നുമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പ്രദേശങ്ങൾ, ഓസ്ട്രേലിയയിലും ഫിജിയിലും ചെറിയ ചെറിയ അമേരിക്കൻ ദ്വീപുകളായ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചെറിയ ചെറിയ ദ്വീപുകളിൽ വരെ ആളുകൾ ധാരാളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അമൃതാനന്ദമയിക്ക് ഞാനിത് പഠനം നടത്തിയെന്ന് ആരും കരുതരുത്. അമൃതാനന്ദമയെയും അബൂബക്കർ മൗലവിയെയും തമ്മിൽ താരതമ്യ പഠനം നടത്തിയെന്നൊന്നും ആരും കരുതരുത്. ഞാൻ പറഞ്ഞത്, മനുഷ്യന് അങ്ങനെ ചില ആളുകളെ പിന്നെ തന്നിലേക്ക് ആകർഷിച്ച് നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കഴിവ് ഒഴിച്ചു നിർത്തി നിങ്ങൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യസന്ധമായ മനസ്സോടുകൂടി നിങ്ങൾ ചിന്തിക്കണം. അഭിവന്ദനായ എന്റെ സുഹൃത്ത്, ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഷാഫി ഒളവട്ടൂർ, അദ്ദേഹത്തിന്റെ ഐഡിയ ഇവിടെ എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തെളിവ് കിട്ടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ ആ പറഞ്ഞതിന് എനിക്ക് തെളിവ് കിട്ടിയില്ല. ഇപ്പൊ രാത്രിയാണ്, അതിനെനിക്ക് തെളിവ് കിട്ടണം. ഇപ്പൊ പകലാണ്, അതിനെനിക്ക് തെളിവ് കിട്ടണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തീർത്തും ബാലിശമായ നിലപാടുകളിൽ നിൽക്കാതെ മനുഷ്യത്വപരമായി ചിന്തിച്ചുകൊണ്ട് സത്യസന്ധമായി ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും ഇനിയും സത്യം മനസ്സിലായിട്ടില്ല നടിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഉറക്കം നടിക്കുന്നവരെ നമുക്ക് വിളിച്ചുണർത്താൻ കഴിയില്ല. ഉറക്കം നടിക്കുന്ന ആളുകളെ ഒരിക്കലും വിളിച്ചുണർത്താൻ കഴിയില്ല. പക്ഷെ ഉറങ്ങിപ്പോയവരെ നമുക്ക് തട്ടിയുണർത്താൻ സാധിക്കും. സ്നേഹമസൃണമായ ഒരു താലോടലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്പർശനമോ മതി ഉറക്കം നടിച്ച ആളുകളെ നമുക്ക് വിളിച്ചുണർത്താൻ. പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞ ആളുകളെ, ഉറങ്ങിപ്പോയ ആളുകളെ നമുക്ക് വിളിച്ചു നിർത്താൻ ചെറിയൊരു സ്നേഹമസൃണമായ പെരുമാറ്റമോ ഒരു തലോടലോ ഒരു സ്പർശനമോ മതി, ഒരു സാന്ത്വനപരമായ സ്പർശനം മതി. പക്ഷേ ഉറക്കം നടിച്ച ഒരാളെ നമ്മൾ എത്ര കുത്തിപ്പൊക്കിയാലും, നമ്മൾ എത്ര ക്രൂരമായി അദ്ദേഹത്തെ ഇരുന്ന് ഉണർത്താൻ ശ്രമിച്ചാലും ഒരുപക്ഷെ നടക്കൂല. കാരണം അവർ ഉറക്കം നടിച്ചു കിടക്കുകയാണ്. അങ്ങനെ ഉറക്കം നടിച്ചു കിടക്കാതെ ഈ ഒറ്റ വിഷയത്തിലേ ഉള്ളൂ കേട്ടോ. ബാക്കി നിങ്ങൾ SSFന്റെ സംഘടനാപരമായ വിഷയങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന നമ്മളതിലൊന്നും പറയുന്നില്ല. പിന്നെ മർക്കസിന്റെ ആസ്ഥാനമാക്കിക്കൊണ്ട് ബിസിനസ് നടത്തുന്നതോ, കോഴിക്കോട് വലിയ ബിസിനസ് കേന്ദ്രമാക്കുന്നത് കൊണ്ടോ, അവിടെ വലിയ വലിയ ഫ്ളാറ്റുകൾ കെട്ടിപ്പോക്കുന്നത് കൊണ്ടോ, കോഴിക്കോട് ഒരു 10-14 വലിയ ഫ്ളാറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഗുണം, അത് നമുക്കും ഗുണമാണ്. കാരണം അവിടെ ഫ്ളാറ്റ് വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള കച്ചവടക്കാർക്കൊക്കെ ഗുണമാണ്. അതിലൊന്നും നമുക്ക് ആർക്കും യാതൊരു എതിരഭിപ്രായമില്ല. കച്ചവടം നടത്താൻ ഇവിടെ കേരളത്തിൽ പിന്നെ ചെറിയൊരു ലൈസൻസ് മതി, ആർക്കും ഒന്നും ചെയ്യാം. കയ്യിൽ കാശും ചെറിയൊരു ലൈസൻസ് ഉണ്ടെങ്കിൽ കേരളത്തിൽ ആർക്കും എന്ത് കച്ചവടം നടത്താം. പക്ഷേ ഈ വിഷയത്തിൽ വിശ്വാസപരമായ ഒരു സമൂഹത്തെ വഞ്ചിക്കാൻ നമ്മൾ അതിനെ അനുവദിക്കില്ല, ഒരു നിലക്കും അനുവദിക്കില്ല. വിശ്വാസപരമായിട്ട് ഒരു വിവാദത്തെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കച്ചവടം നടത്താൻ നമ്മൾ ആരും അനുവദിക്കുകയില്ല. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ഒരു അജയ്യമായ ശക്തി വിളിച്ചോതുന്നത്.
ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിച്ചെങ്കിൽ ദയവായി എന്റെ അഭിവന്ദരായ പണ്ഡിതർ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അഭിവന്ദരായ പണ്ഡിതർ, സയ്യിദുമാർ എല്ലാവരും ഹൃദയം എന്നോട് ക്ഷമിക്കണം.